കഴിഞ്ഞ ജൂൺ 28 ഒരു MDMA കേസ് എടുത്തിരുന്നത് വടകരയിൽ വെച്ചിട്ട്. ക്വാണ്ടിറ്റി ചെറിയതാണ്, ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയാണ്, 2.1 ഗ്രാമേ ഉള്ളൂ ക്വാണ്ടിറ്റി എടുത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒന്നാം പ്രതി നമ്മൾ അറസ്റ്റ് ചെയ്തു. ഒരു ഓട്ടോറിക്ഷയിൽ പെട്രോളിംഗ് സമയത്തിൽ ഉദ്യോഗസ്ഥർ പെട്രോളിംഗ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ 2.1 ഗ്രാം A1 പിടിച്ച്, പിന്നെ A1 ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്ത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുവരെ നമ്മൾ A2, A3, A4, A5 മൊത്തം 5 പ്രതികളാണ് ഈ കേസുകൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കുറേ പേര് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻകം എല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ അവർക്ക് സാലറി അല്ലാതെ വേറെ ഒന്നും ഇൻകമില്ല. അപ്പോൾ അങ്ങനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് വളരെ ഗൗരവമായിട്ട് കാണുകയും പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് 1 കോടി അധികം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി നോക്കിയപ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഒരു ഡെലിവറി ഏജൻറ്റാണ്, ഒരു പാർസൽ സർവീസ് കമ്പനിയിൽ ജോലി എടുക്കുന്ന ഒരു സാധാരണക്കാരാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പരിശോധിച്ചപ്പോൾ നമുക്ക് ഈ ജനുവരി മാസം തൊട്ട് ഏറ്റവും ചുരുക്ക പീരീഡാണ്, 6 മാസം പീരീഡിൽ തന്നെ ഇത്ര അധികം ട്രാൻസാക്ഷൻസ് നമ്മൾ ഇത് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രതികളുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവിടെയും ലക്ഷക്കണക്കിലുള്ള പൈസ ട്രാൻസാക്ഷൻ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് 1-ാം പ്രതി തൊട്ടിലിരുന്ന് നമ്മൾ 5-ാം പ്രതി വരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതികൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഈ പൈസാക്കളെല്ലാം ഇവർക്ക് ആരാണ് ഇവർക്ക് ഈ പൈസാക്കൾ കൊടുത്തത്, ഈ പൈസാക്കൾ പോകുന്നത് എവിടെയാണ്, ഈ പൈസ കൊണ്ട് ഈ പറയുന്ന അഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് അതുവഴി ഉണ്ടാക്കിയ പൈസ എത്രയാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഈ നാർക്കോട്ടിക്സ് ബിസിനസ് നടത്തി സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് അത് അറ്റാച്ച്മെന്റ് NDPS ആക്ടിലെ കീഴിൽ അറ്റാച്ച്മെന്റ് നടത്തുകയും കൂടുതൽ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തി അവരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും പ്രത്യേക അന്വേഷണ സംഘം. NDPS ആക്ടിൽ തന്നെ ചാപ്റ്റർ 5A ഉണ്ട്. ആ ചാപ്റ്റർ 5A പ്രത്യേകമായിട്ട് ഇൻസെർട്ട് ചെയ്ത ചാപ്റ്ററാണ്. ഈ NDPS അഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് പൊതുവെ എന്തിനാണ്? ഈ പൈസ ഉണ്ടാക്കാനായിട്ടാണ്, സ്വത്തുക്കൾ വാങ്ങിക്കാനായിട്ടാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കാനാണ് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസകളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് അറ്റാച്ച്മെന്റ് നടത്തി അത് ഫോർഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് അതിനകത്തുള്ളത്. ആ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ ഈ കേസ് ഉപയോഗിച്ച് ഈ സ്വത്തുക്കളെല്ലാം കണ്ടുപിടിക്കും. പൈസ ഇവരുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് വേറെ അക്കൗണ്ടിക്ക് വേറെ ഒരു സ്ഥലത്തിൽ നിന്ന് അവർക്ക് സാധനം ഡെലിവറി ആവും. അപ്പോൾ ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തമ്മിലെ ബന്ധം ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലും, എല്ലാ പ്രതികൾക്കും എല്ലാ കാര്യത്തിലും എല്ലാ റോളും ഉണ്ടാവില്ല. കുറേ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ATM കാർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ATM കാർഡ്സ് അക്കൗണ്ട് ഹോൾഡർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ ആൾ ഉപയോഗിച്ചതായിട്ടാണ് ഇതുവരെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെല്ലാം ആരൊക്കെയാണ്, എവിടെ നിന്നാണ് ആ പൈസ വിഡ്രാ ചെയ്ത്, ആർക്ക് വേണ്ടി വിഡ്രാ ചെയ്ത്, ആർക്ക് കൊടുക്കാനായിട്ടാണ്, എവിടെ നിന്നാണ് ഈ ഡ്രഗ്സ് ശരിക്കും സപ്ലൈ ആവുന്നത്, ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോകും. അവരൊരു സാധാരണ ഒരു ടീച്ചറാണ്, അവർക്ക് മന്ത്ലി ഇൻകമേ ഉള്ളൂ. മന്ത്ലി ഇൻകം ഉള്ള ഒരു ടീച്ചർ എങ്ങനെയാണ് ഇത്ര അക്കൗണ്ട്സ്, ഈ അക്കൗണ്ട്സിൽ ഇത്ര പൈസ വന്നത്? നമ്മൾ അവരുടെ സയന്റിഫിക് എവിഡൻസ് എടുത്ത് നോക്കുമ്പോൾ, അവരുടെ മൊബൈൽ ഫോൺസും മറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ പ്രാഥമികമായിട്ട് അവർ തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം കിട്ടിയത് 2.1 ഗ്രാം സാധനമാണ് കിട്ടിയത്. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്.
നമ്മൾ സാധാരണഗതിയിൽ അത് കാണുമ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അങ്ങനെ ഇടും. പക്ഷെ നമ്മളുടെ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയതിന് ശേഷം ഈവൻ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും കമേഴ്ഷ്യൽ ആണെങ്കിലും നമ്മൾ വിശദമായിട്ട് തന്നെ അതിൻ്റെ പിന്നിൽ പോവുകയും ഒരു ഈച്ച് പോലീസ് സ്റ്റേഷനിൽ ഓരോരോ ടീം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അവരുടെ ഇടപെടലുകളെല്ലാം പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴാണ് ഇത് ഒരു സാധാരണ ഒരു 2.51 ഗ്രാം സംഭവമല്ല ഇത് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് 5 പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇനിയും കൂടുതൽ പ്രതികളുണ്ടോ നമ്മൾ സംശയിക്കുന്നുണ്ട്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിലെ അന്വേഷണത്തിൽ വെളിവാകും. പിടിക്കപ്പെടാതിരിക്കാനായിട്ട് കുറേ വിദേശ നമ്പർ യൂസ് ചെയ്ത് ബന്ധപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തുഫാന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കേസ് പിടിച്ചിട്ട് അതോടെ അവസാനിക്കുന്നതല്ല. ആ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ചെറിയ ക്വാണ്ടിറ്റി ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ഡിവൈഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത് ബാക്കിൽ പോയിട്ട് അന്വേഷണം നടത്തുക. ആ ചെറിയ ക്വാണ്ടിറ്റി എവിടെ നിന്ന് കിട്ടി, അയാൾക്ക് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെ ബാക്കിൽ പോയിട്ട് അന്വേഷണം നടത്തി വരുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് റീച്ചസ് ടു ദ മെയിൻ കിങ് പിൻ. അപ്പോൾ ഈ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പരിശോധിക്കുമ്പോഴാണ് ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒതുങ്ങുന്ന കേസല്ല. ദർ ഇസ് എ മച്ച് ബിഗർ തിങ് ബിഹൈൻഡ് ഇറ്റ്. അപ്പം അങ്ങനെയാണ് ഇതൊരു പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ഈ കേസിക്ക് സ്പെഷ്യൽ ടീം SP രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്ലോസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഇത്ര പ്രതിക്ക് റീച്ചായത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക. മെയിനായിട്ട് ലക്ഷ്യം ഈ സ്വത്തുക്കളെ കണ്ടുപിടിക്കുക. ഇതുവഴി ഉണ്ടാക്കിയ സ്വത്തുക്കളെ കണ്ടുപിടിച്ച് ആ സ്വത്തുക്കളെ അറ്റാച്ച്മെന്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് അടുത്ത അന്വേഷണ സംഘം. NDPS ആക്ടിലെ നിയമം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ കയ്യിൽ സാധനമായിട്ട് പിടിക്കപ്പെടുന്നത് മാത്രമല്ല, அதுக்கு ഫണ്ട് ചെയ്യുന്ന ആളുകൾ, ഫിനാൻസ് ചെയ്യുന്ന ആളുകൾ, പിന്നെ ഈ പൈസ എൻ്റെ പേരിൽ തന്നെ ഞാൻ സ്വത്തുക്കൾ വാങ്ങിച്ചു ഉപയോഗിക്കണമെന്ന് ഒന്നും നിർബന്ധമില്ല. ഞാൻ വേറെ ആളുടെ പേരിലും ഈ സ്വത്തുക്കൾ വാങ്ങിച്ചു ഉപയോഗിക്കാം. അവരെയും നമുക്ക് ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാം. അതാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് പിടിക്കപ്പെടുന്ന ആളുകൾ മാത്രമേ ഇതിനകത്ത് പ്രതിയില്ല. അവർക്ക് ഹാർബറിങ് ചെയ്താലോ അവർക്ക് ഫിനാൻസ് ചെയ്താലോ ഇല്ല അവരുടെ സ്വത്തുക്കൾ അറിഞ്ഞുകൊണ്ട് മറ്റവരുടെ പേരിൽ വെച്ചാലോ അത് അഫൻസാണ്. ആ കാര്യങ്ങളെല്ലാം NDPS ആക്ടിന്റെ കീഴിൽ അഫൻസാണ്. അതാണ് ഈ കേസിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ 5 പ്രതി പിടിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ 5ാമത്തെ പ്രതിയാണ് മെയിൻ ആയിരിക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. ചിലപ്പോൾ അദ്ദേഹം മെയിൻ ആളായിരിക്കില്ല. അപ്പൊ ഇനി കൂടുതൽ ഇൻട്രാഗേഷൻ അദ്ദേഹത്തെ കസ്റ്റഡിയിലെല്ലാം വാങ്ങിച്ചിട്ട് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ 6ാമത് ആൾ വരും. അയാളായിരിക്കും മെയിൻ കിങ് പിൻ ആയിരിക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കാതെ யாரான இதில் கிங் பின் யாரான மெயின் ஆள் அதில் ஒரு ധാരണ നമുക്ക് ഇപ്പം എത്താൻ പറ്റില്ല. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ 5 പേര് പിടിച്ചിട്ടുണ്ട്. ഹ്യൂജ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അക്കൗണ്ട്സിൽ കാണുന്നുണ്ട്. ആ പൈസ എന്തിനാണ് പോയത്, എന്തെങ്കിലും സ്വത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്ര നമുക്ക് ഈ ഒരു സ്റ്റേജിൽ പറയാം. ഇവരുടെ ജോലി എടുത്ത് നോക്കുമ്പോൾ ഒരു മാസ ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തികളാണ്. മാസ ശമ്പളം എന്ന് പറഞ്ഞാൽ 20,000, 15,000, 25,000 ആ രീതിയിൽ മാസം ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തികളെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ മാസ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തികളുടെ അക്കൗണ്ട്സിൽ ഹ്യൂജ് മണി വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത് വന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. പ്രത്യേകം റൂറൽ SP-ന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ ഈ പറയുന്ന മയക്കുമരുന്ന് കേസുകൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ എടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയതിനു ശേഷം നല്ല രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അന്വേഷണം സാധാരണഗതിയിൽ ഒരാളെ പിടിച്ചാൽ അതോടെ അവസാനിക്കാതെ അതിന് അപ്പുറത്തെ ഉള്ള സോഴ്സ് എന്നാണ്, ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്, ഫിനാൻഷ്യൽസ് ആരൊക്കെയാണ്, എല്ലാ കാര്യങ്ങൾക്കും അവർ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. സോ ഐ അപ്രീഷിയേറ്റ് ഓൾ ദിസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഹെഡഡ് ബൈ SP. താങ്ക് യു.